ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇതവണ നമുക്കൊരു പെപ്പർ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കുറച്ച് പച്ചമുളകും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെക്കാം. അപ്പം ഉള്ളി നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ ഉള്ളിയുടെ കളറ് നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരുംജീരകം, അതായത് വലിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മസാലപ്പൊടികളുടെ അളവൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്കത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ അധികം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 കപ്പ് വെള്ളം മാത്രം, നമ്മുടെ മസാല പെരക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഊർന്ന് വരുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ ഈ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ചിക്കൻ വേവുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നേരമായപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കുന്നത് കൊണ്ട് ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നമുക്ക് തെളിഞ്ഞ് വരണം. അപ്പോൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ചിക്കൻ ഗ്രേവിയോടുകൂടിയാണ് വേണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതല്ല നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആവേണ്ടെങ്കിൽ ആ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഈ ഒരു പാകത്തിന് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.